ഹായ് ഗായ്സ്. അപ്പോ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് കുറെ കാലമായി ഇറ്റ്സ് ബീൻ എ വൈൽ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ഇരിക്കണം. ആൻഡ് ഇന്ന് ഞാൻ ആലോചിച്ചു ഓക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആലോചിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ആദ്യമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി എന്റെ മനസ്സിൽ തോന്നിയ ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം ഞാൻ ആരാന്നുള്ളത്. അപ്പൊ എന്റെ പേര് ഹരി. ഞാൻ യു കെയിലാണുള്ളത്. ആൻഡ് ഐ ഹാവ് ഗ്രാജുവേറ്റഡ് ലാസ്റ്റ് മന്ത്. ഇനിയിപ്പോ അടുത്തത് എന്താന്നുള്ളത് എനിക്കറിയില്ല. അതിനിവിടെ ഒരു പ്രസക്തി ഇല്ല. പക്ഷെ എനിവേസ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഫ്രീ ടൈം ചെലവാക്കുന്നത് സിനിമ കണ്ടിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാ സിനിമയ്ക്കും ഞാൻ പോകുന്നുണ്ട്, എല്ലാ സിനിമകളും ഞാൻ റിലീസിന്റെ തന്നെ കാണുന്നുണ്ട്. സോ വൈ കാണ്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ട് എ റിവ്യൂ ചാനൽ ഇൻ യൂട്യൂബ്. അപ്പൊ എന്റെ ഒരു കോണ്ടന്റ്, എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് സിനിമയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ സിനിമയെ കുറിച്ച് റിവ്യൂ ചെയ്താലോ എന്നുള്ള ഒരു തോട്ടിലേക്ക് എത്തിയത്. ആൻഡ് ഹിയർ ഐ ആം. അപ്പോ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ ഇറ്റ് വിൽ ബി വെരി മച്ച് ബേസിക്. ഈവൻ സൗണ്ട് പോലും എന്താ പറയാ റൂമിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ മൈക്കില്ല. അതിന്റെ ബുദ്ധിമുട്ടുകളും കുറെ കാര്യം, കുറെ എക്യുപ്മെന്റ്സ് എൻ്റെ ഇല്ല. അപ്പോ അതിന്റെ ഒക്കെ ഒരു മോശം ഒരു സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കാം വീഡിയോയില്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് അബൌട്ട് മീ. ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ്. എനിക്ക് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നോ എങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. ആൻഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. ആൻഡ് എന്റെ ചാനലിൽ ഞാൻ ഒരു പേര് വരെ കണ്ടുവച്ചിട്ടുണ്ട്. കഥ ആൻഡ് ക്യാമറ എന്നാണ് പേര്. അത് എനിക്ക് തന്നെ എത്രത്തോളം അത് വർക്ക് മീൻസ് ഇനീഷ്യലി ഇങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയതാണ്. ഇനി അത് മാറ്റൂ ഇല്ല ഒന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാവരെയും ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദ വീഡിയോ. ആൻഡ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത് JSK എന്ന് പറഞ്ഞ മൂവിയാണ്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ നമുക്ക് മൂവിയിലേക്ക് പോവാം. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അഥവാ JSK മൂവി 2 ദിവസം മുന്നെയാണ് ഞാൻ കണ്ടത്. അപ്പോ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഈ ഒരു സിനിമ ഒരു ആവറേജ് ആയിട്ടേ ഫീൽ ചെയ്തിട്ടുള്ളൂ. നോട്ട് മോർ ദാൻ ദാറ്റ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഞാൻ എപ്പോഴും നെഗറ്റീവ് പറഞ്ഞിട്ട് പോസിറ്റീവ് പറയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നെഗറ്റീവ്സ് ആദ്യം പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരക്ടർ, മാധവ് സുരേഷ് ഗോപി, ഒട്ടും റെലവൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടർ ആയിട്ടാണ് സിനിമയിൽ എനിക്ക് തോന്നിയത്. ആളുടെ അഭിനയം അതേപോലെ ആ ക്യാരക്ടറും ഒട്ടും റെലവെന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് അവർ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കാമായിരുന്നു. ഈ ഒരു ക്യാരക്ടർ സിനിമയിൽ കൊടുക്കുന്ന സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് അവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമായിരുന്നു. അത് അവർ ചെയ്തില്ല. വിച്ച് വാസ് എ ഫസ്റ്റ് നെഗറ്റീവ്. അപ്പൊ മാധവ് സുരേഷ് മാത്രല്ല, ഇതേപോലെ കുറേ ക്യാരക്ടേഴ്സ് സിനിമയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, എന്തിനാണ് ഇത്ര ആൾക്കാർ ഈ സിനിമയിൽ, ഇവരൊക്കെ എന്താ എന്നിട്ട് ചെയ്യണത്. നെക്സ്റ്റ് മൊമെന്റ് നമുക്ക് മനസ്സിലൊരു തോട്ട് ഉണ്ടാവും, വാട്ട് ഹാപ്പൻ ടു ദം, അല്ലെങ്കിൽ വൈ ദേ കെയിം ഇൻ ടു ദ ഫ്രെയിം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഫീൽ ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അസോൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് അതിനെക്കുറിച്ചുള്ള കേസും അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനീഷ്യലി ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, ഒരു അസോൾട്ട് ഒക്കെ ഇങ്ങനെയാണോ കോർട്ടിൽ പ്രസന്റ് ചെയ്യുക. ഇതൊരു റോബറി ഒക്കെ പറയണ പോലെ അതിന്റെ ഒരു ലാഘവത്തിലാണ് അത് ഒരു പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് സിമ്പിൾ ആയി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ പാട്ടുകൾ. എന്തിനാണ് പല പാട്ടുകളും ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവുക. അത് ആദ്യത്തെ പാട്ട് അത് ഞാനൊന്നും പറയുന്നില്ല. അതായിരിക്കും അതിന്റെ റീസൺ. പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ പാട്ടുകൾ വരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഒരു സംഭവമൊക്കെ കാണിക്കുന്ന സമയത്ത് എന്താണെന്നൊന്നും പറയാനില്ല. പക്ഷെ അതിനൊന്നും ആവശ്യം സിനിമയിലില്ല. എന്തിനാണ് ഈ സിനിമ അങ്ങനെയൊക്കെ ആക്കി കൊണ്ടുപോകുന്നത്? ഇത് ഒരു ജോണർ കീപ്പ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അതിനെ കീപ്പ് ചെയ്ത് പോവാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി ആയതുകൊണ്ട് ആൾക്ക് അങ്ങനത്തെ ഒരു റോൾ, അങ്ങനത്തെ ഒരു സീൻ കൊടുക്കണം എന്ന് വിചാരിച്ച് കൊടുത്തതാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഈവൻ എനിക്ക് മാത്രല്ല, എന്റെ കൂടെ വന്ന എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആൾക്കും ഇതേ ഫീൽ ആയിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ടായത്. പിന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇനി പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് അനുപമ പരമേശ്വരൻ എന്നാണ്. കാരണം ആളെന്നെയാണ് ജാനകി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന്റെ റോൾ ചെയ്തിട്ടുള്ളത്. അപ്പോ അതാണ് സെൻട്രൽ പോയിന്റ് സിനിമയിലെ. അവരെ ബേസ് ചെയ്തിട്ടാണ് കഥ പോണത്. ആൻഡ് ഹെർ പെർഫോമൻസ് വാസ് വെരി നൈസ്. അത് നല്ല രസമുണ്ടായിരുന്നു. ഈവൻ ആൾ സ്ക്രീനിലേക്ക് വരുന്ന സമയത്തൊക്കെ നമ്മൾ കംപ്ലീറ്റ് അതിൽ തന്നെ ആയിരിക്കും, മൂവിയിലായിരിക്കും. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് സുരേഷ് ഗോപി. പിന്നെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്നാലും സുരേഷ് ഗോപി എങ്ങനെ സൂപ്പർ സ്റ്റാർ ആയ ഉള്ളത് നമുക്ക് ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ആള് വരുന്ന ഓരോ ഫ്രെയിമും നമ്മൾ അതിലിങ്ങനെ ലയിച്ചിരിക്കും. ഇപ്പൊ ആളുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അപാരാണ്. അത് എല്ലാവർക്കും അറിയണ കാര്യമാണ്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ
ആസ് ആൻ ആക്ടർ അതേപോലെ തന്നെ ഒരു സ്റ്റാർ ആൾ അടിപൊളിയാണ്. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോഴും ഞാൻ ആലോചിച്ചു ഇതിപ്പോ സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഇതില്? പിന്നെന്ന് പറഞ്ഞാൽ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. രഞ്ജി പണിക്കറിന്റെ ഒരു പഴയ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ ഇംഗ്ലീഷ് ഡയലോഗ് കൊള്ളാം. അത് ഡയലോഗ് ഡെലിവറി സുരേഷ് ഗോപിയും കൂടി ആവുമ്പോൾ സൂപ്പറാണ്. പക്ഷേ ആ ഡയലോഗൊക്കെ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഒരു തോട്ട് മനസ്സിൽ കിടന്ന് കളിച്ചു. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയണത് അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. അപ്പൊ എനിക്ക് പേഴ്സണലി ഈ സിനിമ വളരെ ഒരു ആവറേജ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഒരു വൺ ടൈം വാച്ച് ആ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കാം. ആൻഡ് ഞാനത് എന്താ പറയാ നിങ്ങളെ ഒപ്പീനിയൻ ഒക്കെ കമന്റ് ബോക്സിൽ ഇടാൻ വേണ്ടി ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അപ്പൊ എനിക്കും നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ള എനിക്കും ഒന്ന് മനസ്സിലാവും. ആൻഡ് ഇതാണ് എന്റെ ഒരു വിലയിരുത്തൽ ഈ സിനിമയെ കുറിച്ച്. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് പറയുമ്പോൾ. ഇപ്പൊ എങ്ങനെ ആയി എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് യെസ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കരുത്. കാരണം എന്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ആ സിനിമേനെ കാണുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. സോ അത് കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഐ വാല്യൂ യുവർ ഒപ്പീനിയൻ, വാല്യൂ യുവർ പെർസ്പെക്റ്റീവ്. അപ്പോ ഇതാണ് എന്റെ ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് 10 ഞാനൊരു 6 ഒക്കെ ആയിരിക്കും ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ടാവുക. എഗെയിൻ പറഞ്ഞ പോലെ ഒരു വൺ ടൈം വാച്ചബിളെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ഇനി വരുന്ന വീക്കില് ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുഗു മൂവി കാണുന്നുണ്ട് സ്റ്റാറിങ് പവൻ കല്യാൺ. ഞാൻ പവൻ കല്യാണിന്റെ ഇതിന്റെ മുന്നേ തിയേറ്ററിൽ പോയിട്ടൊന്നും മൂവീസ് കണ്ടിട്ടില്ല. ഇതായിരിക്കും ഫസ്റ്റ് ടൈം. അപ്പോൾ ഞാനൊരു പ്രീമിയർ ഷോ ആണ് കാണാൻ പോണത്. അപ്പോൾ ഫാൻസിന്റെ കൂടെ കാണുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ എന്തായാലും അപ്ലോഡ് ചെയ്യും. ആൻഡ് ഡു വാച്ച് ഇറ്റ്. ഇഫ് യു ലവ് ദിസ് വീഡിയോ, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ഇടുക. സോ ദാറ്റ് അടുത്ത വീഡിയോയിൽ എനിക്ക് അതും കൂടി കൊണ്ടുവന്നിട്ട് ആ ഫീഡ്ബാക്ക് എടുത്തിട്ട് നല്ലൊരു രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ടോളറേറ്റിംഗ് മീ ഫോർ ദിസ് മച്ച് ഡ്യൂറേഷൻ. And thank you so much for watching this video and supporting me. Bye bye.